SBI സേവിങ്സ് അക്കൗണ്ടുകളുടെ ATM റിലേറ്റഡ് സർവീസ് ചാർജുകളുടെ കാര്യത്തിൽ കഴിഞ്ഞ മാസം ഡിസംബർ മുതൽ കുറച്ച് മാറ്റങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ ഫെബ്രുവരി 15 മുതൽ SBI സേവിങ്സ് അക്കൗണ്ടുകളുടെ IMBS ട്രാൻസാക്ഷൻ ചാർജിലും കുറച്ച് മാറ്റങ്ങൾ വരികയാണ്. സോ IMBS ട്രാൻസാക്ഷനുകളുടെ ചാർജിൽ ഫെബ്രുവരി 15 മുതൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ATM ട്രാൻസാക്ഷനുകളുടെ ചാർജിൽ ഡിസംബർ 1 മുതൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ SBIയുടെ സേവിങ്സ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട സർവീസ് ചാർജുകളും ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം IMBS ട്രാൻസാക്ഷനുകളുടെ കാര്യത്തിൽ ഫെബ്രുവരി 15 മുതൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. IMBS ട്രാൻസാക്ഷൻ നമുക്ക് മാക്സിമം ഡെയിലി ലിമിറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ വരെയാണ്. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയാൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ ആർക്കാണോ അയച്ചത് ആ ഒരു വ്യക്തിക്ക് ഫണ്ട് ക്രെഡിറ്റ് ആകും. അതുകൊണ്ട് തന്നെ നമുക്കത് റിവേഴ്സ് പോസിബിൾ അല്ല. നമ്മൾ അയക്കുന്ന മുമ്പ് പലതവണ ബെനിഫിഷ്യറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേണം IMBS വഴി ട്രാൻസാക്ഷൻ നടത്താനായിട്ട്. SBI സേവിങ്സ് അക്കൗണ്ടുകളുടെ IMBS ട്രാൻസാക്ഷനുകളുടെ സർവീസ് ചാർജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് SBIയുടെ ഡിജിറ്റൽ ചാനൽസായ യോനോ ആപ്പ്, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയൊക്കെ IMBS ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് സൗജന്യമാണ്. എന്നാൽ ഫെബ്രുവരി 15 മുതൽ ലോ വാല്യൂ ട്രാൻസാക്ഷനുകൾ ഇനിയും തുടർന്നും സൗജന്യമാണ്. ഒരു പരിധിക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ IMBS ട്രാൻസാക്ഷനുകൾക്ക് ഡിജിറ്റൽ ചാനൽ വഴിയാണെങ്കിലും സർവീസ് ചാർജ് ഈടാക്കി തുടങ്ങുകയാണ്. SBIയുടെ യോനോ ആപ്പ്, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴി ഫെബ്രുവരി 15 മുതൽ IMBS ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അപ് ടു 25,000 രൂപ വരെയുള്ള എമൗണ്ട് ആണെങ്കിൽ സൗജന്യമാണ്. 25,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് 2 രൂപ പ്ലസ് GST, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് 6 രൂപ പ്ലസ് GST, 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് 10 രൂപ പ്ലസ് GST സർവീസ് ചാർജ് ഈടാക്കും. ഇപ്പോൾ നിലവിൽ 5 ലക്ഷം രൂപ വരെ ഡിജിറ്റൽ ചാനൽസ് വഴി IMBS ട്രാൻസാക്ഷൻ സൗജന്യമാണ്. അതിലാണ് ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ ബ്രാഞ്ച് വഴിയുള്ള IMBS ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ചാർജിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അത് ഇപ്പോൾ നിലവിൽ എങ്ങനെയാണോ അത് തന്നെയായിരിക്കും തുടർന്നുള്ളത്. അതിൻ്റെ സർവീസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 1000 രൂപ വരെ സൗജന്യമാണ്. 1000 രൂപയ്ക്ക് മുകളിൽ 10,000 രൂപ വരെ 2 രൂപ പ്ലസ് GST, 10,000 രൂപയ്ക്ക് മുകളിൽ 25,000 രൂപ വരെ 4 രൂപ പ്ലസ് GST, 25,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ അതും 4 രൂപ പ്ലസ് GST, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷം രൂപ വരെ 12 രൂപ പ്ലസ് GST, 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെ 20 രൂപ പ്ലസ് GSTയുമാണ് ബ്രാഞ്ച് വഴിയുള്ള IMBS ട്രാൻസാക്ഷന് ഈടാക്കുന്ന സർവീസ് ചാർജ്. പിന്നെ ചില സാലറി അക്കൗണ്ട് വേരിയൻസിന് ഈ ഒരു IMBS ചാർജ് വേവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വേരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ DSB, അതുപോലെ തന്നെ PMSP, ICGSP, CGSP, PSP ആൻഡ് RSP ഇൻക്ലൂഡിംഗ് സഹൃദയ ഫാമിലി പെൻഷൻ അക്കൗണ്ട്സ്, അതുപോലെ തന്നെ CSP, SGSP, SUSP ആൻഡ് ഫാമിലി സേവിങ്സ് അക്കൗണ്ട്, SBI റിസ്റ്റ് എന്നിങ്ങനെ ഈ കാണുന്ന സാലറി പാക്കേജ് അക്കൗണ്ട്സിന് IMBS ട്രാൻസാക്ഷൻ ചാർജ് വേവ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് SBI സേവിങ്സ് അക്കൗണ്ടുകളുടെ IMBS ട്രാൻസാക്ഷൻ സർവീസ് ചാർജിൽ ഫെബ്രുവരി 15 മുതൽ വരുന്ന മാറ്റങ്ങൾ. ഇനിയിപ്പോൾ SBI സേവിങ്സ് അക്കൗണ്ടുകളിൽ നമുക്ക് RTGS, അതുപോലെ തന്നെ NEFT ട്രാൻസാക്ഷനുകളുടെ സർവീസ് ചാർജ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് SBIയുടെ യോനോ ആപ്പ്, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിംഗ് പോലുള്ള ഡിജിറ്റൽ ചാനൽസ് വഴി നടത്തുന്ന NEFT, RTGS ട്രാൻസാക്ഷനുകൾ സൗജന്യമാണ്. ബ്രാഞ്ച് വഴിയാണെങ്കിൽ ചാർജ് വരുന്നുണ്ട്. ബ്രാഞ്ച് വഴിയുള്ള NEFT ട്രാൻസാക്ഷനുകളുടെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 10,000 രൂപ വരെ 2 രൂപ പ്ലസ് GST, 10,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ 4 രൂപ പ്ലസ് GST, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷം രൂപ വരെ 12 രൂപ പ്ലസ് GST, 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 20 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. ഇനിയിപ്പോൾ RTGS ആണെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെ 20 രൂപ പ്ലസ് GST, 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബ്രാഞ്ച് വഴിയുള്ള RTGS ട്രാൻസാക്ഷൻ ആണെങ്കിൽ 40 രൂപ പ്ലസ് GST ബ്രാഞ്ച് വഴിയുള്ള ഓരോ ട്രാൻസാക്ഷനും ചാർജ് ഈടാക്കും. ഇനി SBI സേവിങ്സ് അക്കൗണ്ടുകളുടെ ATM റിലേറ്റഡ് സർവീസ് ചാർജിൽ ഡിസംബർ മാസം മുതൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ SBI സേവിങ്സ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പ്രധാനപ്പെട്ട സർവീസ് ചാർജുകളും ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. SBIയുടെ സേവിങ്സ് അക്കൗണ്ടുകളുടെ ATM റിലേറ്റഡ് സർവീസ് ചാർജിൽ മാറ്റം വന്നത് ഡിസംബർ 1 മുതലാണ്. മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത് നമുക്ക് അതർ ബാങ്കിൻ്റെ ATM വഴി നമുക്ക് മുൻപ് 5 ട്രാൻസാക്ഷനാണ് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത്. അത് ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. മാറ്റം വന്നിരിക്കുന്നത് അതിൻ്റെ ചാർജിലാണ്. ഈ ഒരു ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റായ 5 എന്നുള്ള ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുൻപ് ഈടാക്കിയിരുന്നത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 21 രൂപ പ്ലസ് GST ആയിരുന്നു. അത് 23 രൂപ പ്ലസ് GST ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ബാലൻസ് എൻക്വയറി, മിനി സ്റ്റേറ്റ്മെന്റ് പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ മുൻപ് ഈടാക്കിയിരുന്നത് 10 രൂപയായിരുന്നു. അത് 11 രൂപ പ്ലസ് GST ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ചാർജിൽ വന്ന മാറ്റം. പിന്നെ സാലറി പാക്കേജ് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ എല്ലാ വേരിയൻറ്റിലും നമുക്ക് മുൻപ് അൺലിമിറ്റഡ് അതർ ബാങ്കിൻ്റെ ATMൽ ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക 10 എണ്ണമാണ്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കുന്നത് സെയിം ആണ്. ഫൈനാൻഷ്യൽ ആണെങ്കിൽ 23 രൂപ പ്ലസ് GST, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 11 രൂപ പ്ലസ് GST ചാർജ് ആയിട്ട് ഈടാക്കും. പിന്നെ കറണ്ട് അക്കൗണ്ടിന്റെയും TNC-യിൽ മാറ്റമൊന്നുമില്ല, ചാർജിലാണ് മാറ്റം വന്നിരിക്കുന്നത്. 21 രൂപ എന്നുള്ളത് 23 രൂപ ആയിട്ടും 10 രൂപ എന്നുള്ളത് 11 രൂപ ആയിട്ടും മാറും. പിന്നെ ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് BSBD സ്കീം ആണെങ്കിൽ ചേഞ്ച് ഒന്നുമില്ല. നമുക്ക് ഒരു മാസത്തെ ആദ്യത്തെ 4 ക്യാഷ് വിഡ്രോവൽ സൗജന്യമാണ്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലാതെയുള്ള ക്യാഷ് വിഡ്രോവൽ. അത് കഴിഞ്ഞാൽ നിലവിലുള്ള ചാർജ് തന്നെ ഈടാക്കും. പിന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ചാർജ് ഒന്നുമില്ല. നമുക്ക് അൺലിമിറ്റഡ് ഫ്രീ ATM ട്രാൻസാക്ഷൻ നമുക്ക് അതർ ബാങ്കിന്റെ ATM-ൽ തുടർന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ SBIയുടെ ATM ആണെങ്കിൽ നമുക്ക് ഒരു മാസം ഇപ്പോൾ നിലവിൽ 10 ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ബാലൻസ് എൻക്വയറി, മിനി സ്റ്റേറ്റ്മെന്റ് പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ലിമിറ്റ് വരുന്നില്ല, സൗജന്യമാണ്. ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ SBIയുടെ ATM വഴി നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ 15 രൂപ പ്ലസ് GST ആയിരിക്കും ചാർജ് ഈടാക്കുക. നമുക്ക് 2020 മാർച്ച് മാസം 13-ാം തീയതി, അതായത് കോവിഡ് വന്ന ഒരു ടൈം മുതൽ നമുക്ക് നിലവിൽ SBIയുടെ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഈടാക്കുകയില്ല. അത് ഈ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ അക്കൗണ്ട് വേരിയൻ്റ് അനുസരിച്ചുള്ള മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ പെനാൽറ്റി ചാർജ് ഈടാക്കും. പിന്നെ വരുന്ന മറ്റു പ്രധാനപ്പെട്ട ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്കിൻ്റെ ചാർജായിട്ട് ഈടാക്കുക 100 രൂപ പ്ലസ് GST ആണ്. പിന്നെ 40 എൻട്രീസ് വരുന്ന പെർ പേജിന് 50 രൂപ പ്ലസ് GSTയും ചാർജ് ഈടാക്കും. പിന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ സർവീസ് SBIയിൽ സൗജന്യമാണ്. അക്കൗണ്ട് ക്ലോഷർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അപ് ടു 14 ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് വരുന്നില്ല. 14 ദിവസം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ 500 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. ഒരു വർഷം കഴിഞ്ഞാണെങ്കിൽ സർവീസ് ചാർജ് ഈടാക്കുകയില്ല, നമുക്ക് സൗജന്യമായിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. പിന്നെ BSBD അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ അവരുടെ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് ചാർജ് ഈടാക്കുകയില്ല. പിന്നെ ഡെബിറ്റ് കാർഡ് റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ റോങ് അഡ്രസ്സ് മൂലം നമുക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ച ഡെബിറ്റ് കാർഡ് റിട്ടേൺ ആയി കഴിഞ്ഞാൽ 100 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. പിന്നെ നമ്മളുടെ ക്ലാസിക്, സിൽവർ, അതുപോലെ ഗ്ലോബൽ കോൺടാക്ട്ലെസ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ സൗജന്യമാണ്. ഗോൾഡ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ 100 രൂപ പ്ലസ് GSTയും, പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ 300 രൂപ പ്ലസ് GSTയും ചാർജ് ഈടാക്കും. പിന്നെ സാലറി അക്കൗണ്ട് പാക്കേജ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് സൗജന്യമാണ്. പിന്നെ ഷൗര്യ ഫാമിലി പെൻഷൻ അക്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്ന ഇന്റർനാഷണൽ ഗോൾഡ് ഡെബിറ്റ് കാർഡ്, പിന്നെ റോഡിയം വേരിയന്റ് കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഇന്റർനാഷണൽ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡൊക്കെ സൗജന്യമാണ്. പിന്നെ ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൻ്റെ തുടക്കത്തിലായിരിക്കും ഈ ഒരു ആനുവൽ ചാർജ് എടുക്കുന്നത്. ക്ലാസിക്, സിൽവർ, ഗ്ലോബൽ, ആൻഡ് ഗോൾഡ് അല്ലെങ്കിൽ കോംബോ ഡെബിറ്റ് കാർഡിന് 250 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജ് ആയിട്ട് ഈടാക്കുക. പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ 325 രൂപ പ്ലസ് GST. പ്രൈഡ് അല്ലെങ്കിൽ പ്രീമിയം ബിസിനസ് ഡെബിറ്റ് കാർഡ് 425 രൂപ പ്ലസ് GST. പിന്നെ ഇമേജ് കാർഡിന് 250 രൂപ പ്ലസ് GSTയും ആനുവൽ ചാർജ് ഈടാക്കും. പിന്നെ സിഗ്നേച്ചർ, അതുപോലെ ബിസിനസ് ഡെബിറ്റ് കാർഡ് പ്രീമിയം സൗജന്യമാണ്, ആനുവൽ ചാർജ് ഈടാക്കുകയില്ല. പിന്നെ ഷൗര്യ ഫാമിലി പെൻഷൻ അക്കൗണ്ടിന്റെ അണ്ടറിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് ഇല്ല. പിന്നെ റോഡിയം വേരിയന്റ് അക്കൗണ്ടിന്റെ അണ്ടറിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡെബിറ്റ് കാർഡിനും ചാർജ് ഇല്ല. ഡെബിറ്റ് കാർഡിന്റെ റീപ്ലേസ്മെന്റ് ചാർജ് വരുന്ന 300 രൂപ പ്ലസ് GST ആണ്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പിൻ, പിന്നെ ബ്രാഞ്ച് വഴി പിന്നെ റീജനറേറ്റ് ചെയ്യുക, അതിൻ്റെ ചാർജ് 50 രൂപ പ്ലസ് GST ആണ്. പിന്നെ നമ്മൾ ATM ഇല്ലെങ്കിൽ POS ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അക്കൗണ്ടിൽ ഫണ്ട് ഇല്ലാത്തത് മൂലമൊക്കെ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ 20 രൂപ പ്ലസ് GST ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ആയിട്ട് ഈടാക്കും. ഇന്റർനാഷണൽ ATM റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് എൻക്വയറി 25 രൂപ പ്ലസ് GST ആണ്. ക്യാഷ് വിഡ്രോവൽ ചാർജ് വരെ 100 രൂപ പ്ലസ് GST. അതിൻ്റെ കൂട്ടത്തിൽ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 3.5% പ്ലസ് GST ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് ആയിട്ട് ഈടാക്കും. പിന്നെ ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ച് വഴി നമുക്ക് ഒരു മാസം 3 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. 3 ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും 50 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. പിന്നെ ഹോം ബ്രാഞ്ച് അല്ലെങ്കിൽ നോൺ ഹോം ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് വിഡ്രോവലിൻ്റെ ഫ്രീ നമ്പർ ഓഫ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് നമ്മൾ അക്കൗണ്ടിലേക്ക് കീപ്പ് ചെയ്യുന്ന മന്ത്ലി ബാലൻസ് അപ് ടു 25,000 രൂപ വരെ ആണെങ്കിൽ നമുക്ക് 2 ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം. 25,000 രൂപയ്ക്ക് മുകളിൽ 50,000 രൂപ വരെ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് ആണെങ്കിൽ 10, 50,000 രൂപയ്ക്ക് മുകളിൽ 1,00,000 രൂപ വരെ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് ആണെങ്കിൽ 15 ട്രാൻസാക്ഷൻ നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ക്യാഷ് വിഡ്രോവൽ സൗജന്യമായിട്ട് ചെയ്യാം. 1,00,000 രൂപയ്ക്ക് മുകളിൽ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വരെയാണെങ്കിൽ അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ ചെയ്യാം. ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും 50 രൂപ പ്ലസ് GST ഈടാക്കും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് SBIയിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി